എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ വലിയ വലിയ ഗവേഷണങ്ങളൊക്കെ എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന്? ചിലപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു ചെറിയ സംശയത്തിൽ നിന്നായിരിക്കും, അല്ലേ? അപ്പോ ആ ഒരു സംശയത്തെ നഴ്സിംഗ് രംഗത്ത് ശരിക്കും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കിടിലൻ പഠനമാക്കി മാറ്റുന്നതെങ്ങനെയാ? ഈ ഒരു വിശകലനത്തിൽ ഒരു ഗംഭീര ഗവേഷണ വിഷയത്തിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് സിമ്പിളായിട്ട് നോക്കിയാലോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാ നോക്കാൻ പോകുന്നതില്ലേ? ആദ്യം ആ ഒരു ഐഡിയയുടെ തുടക്കം, ആ ഒരു സ്പാർക്ക് എവിടുന്ന് കിട്ടുമെന്ന് നോക്കും. പിന്നെ ആ ഐഡിയ വെറും സ്വപ്നം മാത്രാണോ അതോ നടക്കുമോ എന്ന് ചെക്ക് ചെയ്യും. പിന്നെയുണ്ട് ആശയത്തിൽ നിന്ന് ഡേറ്റയിലേക്ക് എങ്ങനെ എത്താമെന്നുള്ളത്. പിന്നെ തീർച്ചയായും ഒരു ഗവേഷകൻ എന്ന നിലയിൽ നമ്മുടെ പങ്കെന്താണ്? കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ എത്തിക്സ്, അതായത് ധാർമ്മികത. അവസാനം ഇതെല്ലാം ഓർത്തുവെക്കാൻ ഒരു കിടിലൻ ചെക്ക് ലിസ്റ്റുമുണ്ട്. അപ്പോ തുടങ്ങാവല്ലേ? ശരിക്കും പറഞ്ഞാൽ ഏതൊരു കിടിലൻ റിസർച്ചിന്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താണെന്നറിയോ? അതൊരു നല്ല ചോദ്യമാണ്. നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ എവിടെയോ ഒരു വിടവുണ്ട്, ഒരു ഗ്യാപ്പ്, അല്ലെങ്കിൽ ഏതൊരു പ്രശ്നത്തിന് പുതിയൊരു പരിഹാരം വേണം. ആ ഒരു പോയിന്റ്, അതാണ് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോ എന്താണ് ഈ നഴ്സിംഗ് റിസർച്ച്? വെറുതെ കുറിയ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്ന പരിപാടിയല്ല കേട്ടോ ഇത്. അതിനപ്പുറം നമ്മൾ നഴ്സുമാർ ദിവസവും നേരിടുന്ന പ്രശ്നങ്ങളില്ലേ, അത് രോഗികളെ പരിചരിക്കുന്ന കാര്യത്തിലാവാം, അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിലോ ജോലിയിലോ ആവാം. ആ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായി തെളിവുകളോടെ ഒരുത്തരം കണ്ടെത്താനുള്ള ഒരു സിസ്റ്റമാറ്റിക് അന്വേഷണമാണ് നഴ്സിംഗ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയയുണ്ട്. കൊള്ളാം. ഇനി നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇതുകൊണ്ട് എന്ത് കാര്യം? എന്റെ ഈ ഗവേഷണം കൊണ്ട് നഴ്സിംഗ് ഫീൽഡിന് എന്ത് ഗുണമാണ് കിട്ടാൻ പോകുന്നത്? രോഗികളെ പരിചരിക്കുന്ന രീതി ഇതിലൂടെ കുറച്ചുകൂടി മെച്ചപ്പെടുമോ? അതോ ആർക്കും ഇതുവരെ അറിയാത്ത പുതിയൊരു അറിവാണോ ഞാൻ നൽകാൻ പോകുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള നിങ്ങളുടെ ഉത്തരം, അതാണ് നിങ്ങളുടെ ഐഡിയയുടെ ഫസ്റ്റ് ടെസ്റ്റ്. ശരി, ഐഡിയ കൊള്ളാം, അതിന് പ്രാധാന്യമുണ്ട്. പക്ഷേ ഇനി നമുക്ക് കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിക്കാം. ഈ ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ ഇത് ശരിക്കും ചെയ്യാൻ പറ്റുമോ? അതെ, ഈ ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. നിങ്ങളുടെ ആ കിടിലനാശയം അത് നടപ്പിലാക്കാൻ പറ്റുന്നതാണോ? ഈ ഒരു പ്രായോഗികതയെയാണ് നമ്മൾ ഫീസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇതിന് സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു റിയാലിറ്റി ചെക്ക്. ഇതൊരു ത്രാസ് പോലെ സങ്കൽപ്പിച്ചു നോക്കൂ. ഒരു തട്ടിൽ നിങ്ങളുടെ ഗംഭീര ഗവേഷണ ആശയം, മറ്റേ തട്ടിൽ കുറേ റിയാലിറ്റീസ്, അതായത് യാഥാർത്ഥ്യങ്ങൾ. നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് സമയമുണ്ടോ? ഇത് ചെയ്യാൻ പൈസയും മറ്റു സൗകര്യങ്ങളുമുണ്ടോ? പിന്നെ പഠനത്തിൽ പങ്കെടുക്കാൻ ആളുകളെ കിട്ടുമോ? അതിനെല്ലാം ഉപരിയായി ഇത് ചെയ്യാനുള്ള അറിവും കഴിവും, ആ ഒരു എക്സ്പെർട്ടൈസ് നിങ്ങൾക്കുണ്ടോ? ഈ ത്രാസിന്റെ രണ്ട് തട്ടുകളും ഒരുപോലെ ബാലൻസ് ആവുമ്പോൾ അപ്പോൾ മാത്രമേ നിങ്ങളുടെ ആശയം പ്രായോഗികമാകൂ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാല് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ഐഡിയയെ അളക്കാൻ പറ്റുന്ന ഒന്നാക്കി മാറ്റണം. അതായത് വെറുമൊരു ചിന്തയെ നമ്പറുകളും ഡേറ്റയും ഒക്കെ വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് എങ്ങനെ മാറ്റാം? നമുക്ക് നോക്കാം. ഇപ്പൊ നോക്കൂ, രോഗിയുടെ പൊതുവായ സൗഖ്യം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ നമ്മൾ അളക്കുക? അത് കുറച്ച് പാടാണ്, അല്ലേ? പക്ഷെ അതിനു പകരം 1 മുതൽ 10 വരെയുള്ള സ്കെയിലിൽ നിങ്ങളുടെ വേദന എത്രയുണ്ട് എന്ന് ചോദിച്ചാലോ? നമുക്ക് കൃത്യമായി ഒരു നമ്പർ കിട്ടും. കണ്ടോ, ഇതാണ് വ്യത്യാസം. ഇതുപോലെ നമ്മുടെ വലിയ ആശയങ്ങളെ ചെറുതും കൃത്യമായി നിർവചിക്കാൻ പറ്റുന്നതും അളക്കാൻ കഴിയുന്നതുമാക്കി മാറ്റണം. ഒരു റിസർച്ച് പ്രോജക്റ്റ് വിജയിക്കാൻ ആ ഐഡിയ മാത്രം നന്നായാൽ പോരാ, അത് ചെയ്യുന്ന ആളെ, അതായത് ഗവേഷകനും ഒരു പ്രധാന ഘടകമാണ്. നമുക്ക് ആ വിഷയത്തെപ്പറ്റി സംസാരിക്കാം. ഇവിടെ പ്രധാനമായും 2 കാര്യങ്ങളുണ്ട്. ഒരു ഗവേഷകന്റെ 2 തൂണുകൾ എന്ന് വേണമെങ്കിൽ പറയാം. 1 താൽപ്പര്യം, 2 കഴിവ്. അതായത് ഹൃദയവും തലച്ചോറും പോലെയാണത്. ആ വിഷയത്തോടുള്ള നിങ്ങളുടെ ഇഷ്ടം, ആ ഒരു പാഷൻ, അതാണ് നിങ്ങളുടെ ഹൃദയം. അത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. അതേസമയം ആ ജോലി വൃത്തിയായി ചെയ്യാനുള്ള നിങ്ങളുടെ അറിവും കഴിവും, അതാണ് തലച്ചോറ്. ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു റിസർച്ച് ശരിക്കും വിജയിക്കുന്നത്. ഈ പറയുന്നത് എത്ര ശരിയാണല്ലേ? തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ആ വിഷയത്തോടൊരിഷ്ടം തോന്നിയില്ലെങ്കിൽ പിന്നീട് മുന്നോട്ടു പോകുന്തോറും മടുപ്പ് തോന്നും. കാരണം റിസർച്ച് എപ്പോഴും എളുപ്പമുള്ള വഴിയാവില്ല. അപ്പോൾ ആ വെല്ലുവിളികളെയൊക്കെ നേരിടണമെങ്കിൽ ആ ഒരു ഇഷ്ടം, അത് വെറുമൊരു ബോണസല്ല, അതൊരു അത്യാവശ്യ ഘടകമാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ലാത്ത ഒരു റിസർച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്: ധാർമ്മികത, അഥവാ എത്തിക്സ്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും അത് സ്വീകാര്യമായതും അല്ലാത്തതുമായ പെരുമാറ്റങ്ങളെ വേർതിരിക്കുന്ന ഒരു ചട്ടമാണ്. പക്ഷെ റിസർച്ചില് അത് വെറുമൊരു റൂൾ ബുക്കല്ല,
മറിച്ച് നമ്മുടെ പഠനത്തിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെയും ഓരോ രോഗിയുടെയും സുരക്ഷയും അവകാശങ്ങളും ഞങ്ങൾ സംരക്ഷിക്കും എന്നുള്ളൊരു ഉറപ്പാണ്, ഒരു പ്രതിജ്ഞയാണ്. അപ്പോ ഈ എത്തിക്സിന് പ്രധാനമായും 4 തൂണുകളുണ്ട്. 1. ഉപകാരം ചെയ്യുക, അതായത് നമ്മുടെ പഠനം കൊണ്ട് അവർക്ക് നല്ലത് വരണം. 2. ദ്രോഹിക്കാതിരിക്കുക, ഒരു തരത്തിലുള്ള ദോഷവും അവർക്ക് സംഭവിക്കാൻ പാടില്ല. 3. നീതി, എല്ലാവരോടും തുല്യമായി പെരുമാറണം. 4. അവരുടെ സ്വയം നിർണയാവകാശം, അതായത് പങ്കെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവരുടെ അവകാശത്തെ നമ്മൾ ബഹുമാനിക്കണം. എന്തുതന്നെയായാലും രോഗികളുടെ സുരക്ഷയും അവകാശങ്ങളുമാണ് 1-ാം സ്ഥാനത്ത്, എപ്പോഴും. ഇതുവരെ നമ്മൾ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തല്ലോ, അല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടി ഓർത്തുവെക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. അതാണ് ഫൈനർ ഫ്രെയിംവർക്ക്. നിങ്ങളുടെ ഐഡിയയുടെ അവസാനത്തെ ഒരു ചെക്ക്ലിസ്റ്റായിട്ട് ഇതിനെ കാണാം. എന്താണ് ഈ ഫൈനർ എന്നല്ലേ? ഇത് വെറുമൊരു വാക്കല്ല, ഇതൊരു ചുരുക്കെഴുത്താണ്. നിങ്ങളുടെ ഗവേഷണ ആശയം എത്രത്തോളം ശക്തമാണെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ക്വിക്ക് ചെക്ക്ലിസ്റ്റ്. 5 പ്രധാന കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പോ ഇതാണ് ആ ഫൈനർ ഫ്രെയിംവർക്ക്. എഫ് ഫോർ ഫീസിബിൾ, പ്രായോഗികമാണോ? ഐ ഫോർ ഇൻട്രസ്റ്റിംഗ്, നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? എൻ ഫോർ നോവൽ, ഇതൊരു പുതിയ കാര്യമാണോ? ഇ ഫോർ എഥിക്കൽ, ധാർമ്മികമായി ശരിയാണോ? പിന്നെ ആർ ഫോർ റെലവന്റ്, ഇതിന് പ്രസക്തിയുണ്ടോ? കണ്ടില്ലേ, നമ്മളെ ഇത്രയും നേരം സംസാരിച്ച പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളും ഈ ഒരു ഒറ്റ വാക്കിൽ ഒതുങ്ങി. നിങ്ങളുടെ ഐഡിയ ഈ 5 ടെസ്റ്റുകളും പാസ്സാകുന്നുണ്ടോന്ന് നോക്കിയാൽ മതി. അപ്പോ ഇനി നിങ്ങളുടെ സമയമാണ്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നഴ്സിംഗ് രംഗത്ത് പുതിയൊരു അറിവിന്റെ വെളിച്ചം കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ നികത്താൻ പോകുന്ന ആ വിജ്ഞാനത്തിന്റെ വിടവ് അതേതായിരിക്കും?